ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ക്രൈസ്തവവിരുദ്ധമായി താൻ കണ്ടതും കേട്ടതുമായ ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തുറന്നെഴുതുകയാണ് ശ്രീ ജെയ്മോൻ കുമരകം. ആശീർവദിച്ച തിരുവോസ്തി ഇന്നും പല സ്ഥലങ്ങളിലും നമ്മുടെ ദേവാലയങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്തിനാണത്? ആശീർവദിച്ച തിരുവോസ്തി ദേവാലയങ്ങളിൽ നിന്നും അതീവ രഹസ്യമായി കടത്തിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ വീണ്ടും വർദ്ധിച്ചു വരുന്നതായി സൂചനകളുണ്ട്. ഈ അടുത്ത നാളുകളിൽ ആളുകൾ കുറഞ്ഞ ദേവാലയങ്ങൾ സന്ദർശിച്ച് ഭക്തിപൂർവ്വം ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നതായി നടിച്ച് തിരുവോസ്തി കടത്താൻ ശ്രമിച്ച യുവാവിനെയും യുവതിയെയും കോഴിക്കോട് നിന്നും ഇടവക്കാർ പിടികൂടിയിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇവരാദ്യം പറഞ്ഞത് ദമ്പതികളാണെന്ന്. എന്നാൽ പിന്നീടാവട്ടെ വിവാഹത്തിന് തയ്യാറെടുക്കുന്നവരാണെന്നും യുവാവ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായതിനാൽ അയാളെ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുകയാണെന്നുമാണ് യുവതി വിശദീകരിച്ചത്. എന്നാൽ യുവാവിന്റെ ആധാർ കാർഡിലെ പേരും വിവരങ്ങളും കണ്ടപ്പോൾ പിന്നെയും ആളുകൾ അമ്പരന്നു. അതൊരു അന്യമതസ്ഥനായ വ്യക്തിയായിരുന്നു. അപ്പോൾ തിരുവോസ്തി കവരുക എന്ന ലക്ഷ്യത്തിന്റെ പിന്നിലെന്താണ്? ഇതാണ് ഇപ്പോൾ നാട്ടുകാർ അന്വേഷിക്കുന്നത്. ഈ കഴിഞ്ഞയാഴ്ച ഒഡീഷയിൽ ഒരു കത്തോലിക്ക ദേവാലയത്തിലെ നേർച്ചപ്പെട്ടിയിൽ നിന്ന് പണം മോഷ്ടിക്കുകയും സക്രാരി തല്ലി തകർത്ത് തിരുവോസ്തി മോഷ്ടിക്കുകയും ചെയ്തതായി വന്ന വാർത്തകൾ നാം മറന്നിട്ടുണ്ടോ? ഭുവനേശ്വറിൽ നിന്ന് 390 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന സംബൽപൂർ ജില്ലയിലെ ഹോളി ഫാമിലി ദേവാലയത്തിലായിരുന്നു ആ സംഭവം. മോഷ്ടാക്കൾ ദേവാലയത്തിൽ അതിക്രമിച്ചു കയറി തിരുവോസ്തിയും കയ്യിൽ കിട്ടിയ പണവുമായി കടന്നു കളഞ്ഞു. കാറ്റും മഴയും വൈദ്യുതി തടസ്സം മുതലെടുത്താണ് മോഷ്ടാക്കൾ കുറ്റകൃത്യം നടത്തിയതെന്നും കുറ്റവാളികളെന്ന് തോന്നുന്ന 3 പേരെ CCTVയിൽ കാണാമെന്നും ഇടവക വികാരി ഫാദർ ജോസഫ് ആന്റണി പറഞ്ഞു. ഇടവകയിൽ തിരുവോസ്തി മോഷ്ടിക്കുവാൻ എത്തുന്നതിന് മുമ്പ് ഈ കൂട്ടർ അടുത്തുള്ള പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിൽ നിന്നും നേർച്ചപ്പെട്ടിയിലെ പണവും ദേവാലയത്തിലെ സംഗീത ഉപകരണവും മോഷ്ടിച്ചതായും ഫാദർ ജോസഫ് ചൂണ്ടിക്കാട്ടുന്നു. തിരുവോസ്തി അവഹേളിച്ച് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് രൂപതാംഗങ്ങൾക്ക് ബിഷപ്പ് കത്തയച്ചിരുന്നു. മോഷ്ടാക്കൾ യേശുവിന്റെ തിരുശരീരം അവഹേളിക്കുകയും തുടർന്ന് ദേവാലയം കൊള്ളയടിക്കുകയും നമ്മുടെ വിശ്വാസം മുറിവേൽക്കുകയും ചെയ്തിരിക്കുന്നു. വലിയ വേദനയിലൂടെയും ദുഃഖത്തിലൂടെയും കടന്നു പോകുന്ന ഈ അവസരങ്ങളിൽ രൂപതയിലെ എല്ലാ വൈദികരും സന്യാസിനികളും പ്രാർത്ഥിക്കണം, ബിഷപ്പ് തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഏതാനും വർഷം മുമ്പ് ആലുവായിലെ സെന്റ് ആന്റണീസ് മൊണാസ്ട്രി സക്രാരി തന്നെ കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത് ഓർക്കുന്നുണ്ടോ? സാത്താനെ പ്രീതിപ്പെടുത്തുന്ന ബ്ലാക്ക് മാസിന് വേണ്ടി തിരുവോസ്തി നൽകാമെന്നേറ്റ സംഘമാണത്രേ ഒടുവിൽ സക്രാരി കവർച്ച തന്നെ ആസൂത്രണം ചെയ്തത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് തിരുവോസ്തി കരസ്ഥമാക്കി സാത്താൻ സേവാ കേന്ദ്രങ്ങളിൽ എത്തിച്ച് വൻതുക തട്ടുന്ന സംഘങ്ങൾ എങ്ങും വളരുന്നുവെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവങ്ങളാണ് ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടാകുന്നത്. കുട്ടികളെ പോലും ഇതിനായി ഈ കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. കാര്യഗൗരവം അറിയാതെ കുറച്ച് പണം കയ്യിൽ കിട്ടുമെന്നോർത്ത് തിരുവോസ്തി കവരാൻ കുട്ടികളും ശ്രമിക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. എന്റെ കാറിൽ ജീസസ് ലവ് യു എന്ന സ്റ്റിക്കർ ഞാൻ പതിച്ചിട്ടുണ്ട്. കാർ നിർത്തുമ്പോൾ ചില സാത്താൻ സേവകർ വാഹനത്തിലേക്ക് കാർക്കിച്ചു തുപ്പുന്നത് കണ്ടിട്ടുമുണ്ട്. യൂറോപ്പിലെ പ്രമുഖ വചന പ്രഘോഷകനായ ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ MSFS പറയുന്നു, ഈ കൂട്ടർ തിരുവോസ്തി കവരാനുള്ള ഏത് ശ്രമവും നടത്തും. പല ദേവാലയങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാവട്ടെ മോഷ്ടിച്ച് തിരുവോസ്തി സാത്താൻ സേവയ്ക്ക് ഉപയോഗിക്കുന്നുവെന്നത് വ്യക്തം. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്നത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങൾ തന്നെ. അച്ഛൻ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. സാത്താന് വാഴ്ത്തിപ്പാടുന്ന ആരാധനാ ഗീതങ്ങളോടുകൂടിയാണ് സാത്താൻ ആരാധനകൾ തുടങ്ങുന്നത്. മോഷ്ടിക്കപ്പെട്ട തിരുവോസ്തി കിട്ടിയാൽ പരമാവധി അത് അപമാനിക്കുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. തിന്മയെ കൊണ്ട് തിന്മയെ നേരിടാനാവില്ല, ഒരു പിശാചിനെ കൊണ്ട് വേറൊരു പിശാചിനെ കീഴടക്കാനാവില്ലെന്ന് യേശു തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തിന്മയുടെ ശക്തിയായ സാത്താൻ ഒരിക്കലും തനിക്കെതിരെ നീങ്ങില്ല. തൻ്റെ രാജ്യം എങ്ങനെയും വിസ്തൃതമാക്കണമെന്നും ആവുന്നത്ര ആളുകളെ അതിൽ പങ്കുകാരാക്കണമെന്നുമാണ് സാത്താൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആധിപത്യം ഉറപ്പിച്ചിടത്തു നിന്ന് തൻ്റെ അനുയായികളെ പിൻവലിക്കുവാൻ പിശാചുക്കളുടെ തലവനായ ബേൽസബൂല് പോലും ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല. വിശുദ്ധ മത്തായി 12-ാം അധ്യായം 22 മുതൽ 27 വരെയുള്ള തിരുവചനം. സാത്താൻ ആരാധന നടത്തുന്നവരെ ഒരിക്കലും ക്രിസ്തുവിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ചിലരൊക്കെ പറയുന്നു. എന്നാൽ ആ വ്യക്തികൾക്ക് വേണ്ടി നിരന്തരമായി നടത്തുന്ന പ്രാർത്ഥനയും ജപമാലകളും പരിപൂർണ സൗഖ്യത്തിനും വിടുതലിനും കാരണമായി മാറും. കടുത്ത സാത്താൻ ആരാധന നടത്തിയ ഡോക്ടർ ബാർട്ടലോ ലോങ്കോ തന്റെ തെറ്റ് മനസ്സിലാക്കി അനുതപിച്ച് വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും തിരിച്ചു വന്നത് ഉദാഹരണമാണ്. അനേകം സാത്താൻ ആരാധകരെ അദ്ദേഹം സഭയിലേക്കും വിശ്വാസത്തിലേക്കും തുടർന്ന് നയിക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ ബാർട്ടലോ ലോങ്കോ ഇന്ന് വിശുദ്ധരുടെ ഗണത്തിലാണ്. 1841 ഫെബ്രുവരി 10 ലാൻസിയോനയിലാണ് ബാർട്ടലോ ലോങ്കയുടെ ജനനം. യുവാവായിരുന്നപ്പോൾ അദ്ദേഹം സാത്താൻ ആരാധകരുടെ കൂടെ ചേർന്നു. ദൈവമില്ല എന്ന് വിശ്വസിച്ച് അദ്ദേഹം സാത്താനുണ്ട് എന്ന് വിശ്വസിക്കുന്ന മതത്തിലാണ് ചേർന്നതും. ക്രമേണ സാത്താനെ ആരാധിക്കുന്നവരുടെ ഇടയിലെ മുഖ്യ പുരോഹിതനായി സഭയിലെ പാരമ്പര്യങ്ങളെയും സംവിധാനങ്ങളെയും ഡോക്ടർ ബാർട്ടലോ ലോങ്കോ അതിശക്തമായി ആക്രമിക്കുവാൻ തുടങ്ങി. വൈദികരെ, സന്യസ്തരെയും കൂദാശകളെയും പരസ്യമായി കുറ്റപ്പെടുത്തി.
അധികം വൈകാതെ അസ്വസ്ഥതയുടെ വിത്തുകൾ ബാർട്ടോയുടെ ഹൃദയത്തിൽ മുളച്ചു. താൻ ചെയ്ത മന്ത്രവിദ്യകളുടെയും ഗൂഢവിദ്യകളുടെയും അസ്വാഭാവികതയും അരാജകത്വവും അദ്ദേഹത്തെ കാർന്നു തിന്നുവാൻ തുടങ്ങി. ബാല്യത്തിൽ കുടുംബത്തിൽ നിന്നുയർന്ന പരിശുദ്ധ മാതാവിനുള്ള ഭക്തിയും വിശ്വാസികളെ അനേകരുടെ പ്രാർത്ഥനകളും നരകസർപ്പത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സിന് അഭൗമിക ഈ യുദ്ധത്തിൻ്റെ ഭാരം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. നിരാശയുടെ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്നപ്പോൾ അദ്ദേഹം ഒരു സ്വരം കേട്ട് ദൈവത്തിലേക്ക് തിരിച്ചു പോകുക എന്ന്, സത്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്ന്. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ രക്ഷാകവചമായി മാറുന്നു. വിശുദ്ധ കുർബാന കയ്യിൽ കൊടുക്കുന്ന രീതി പരമാവധി ഒഴിവാക്കുക, അതാണ് ഏറ്റവും വലിയ അഭികാമ്യം. വിശുദ്ധ കുർബാന കയ്യിൽ കൊടുക്കുന്ന രീതി പരമാവധി ഒഴിവാക്കുക, അതുതന്നെയാണ് അഭികാമ്യവും. നാവിൽ സ്വീകരിച്ച വിശുദ്ധ കുർബാന സാത്താൻ സേവക്കാർക്ക് സ്വീകാര്യമല്ല എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ നാവിലുള്ള സ്വീകരണത്തിന് ദൈവജനത്തെ വൈദികർ പ്രോത്സാഹിപ്പിച്ചേ തീരൂ. അപരിചിതരായ വ്യക്തികൾക്ക് വിശുദ്ധ കുർബാന നൽകുമ്പോൾ നാവിൽ സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തണം. വിശുദ്ധ കുർബാന എന്ന കൂതാശയിൽ മാത്രമാണ് വരപ്രസാദവും അടയാളവും ഒന്നായി തീരുക. അതിനാൽ മറ്റേതൊരു ഭക്ത അഭ്യാസങ്ങളെക്കാളും പ്രാധാന്യം ജീവിതത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് നാം നൽകണം.